ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമീസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാനും അതുപോലെ തന്നെ ഗ്ലോവി ലുക്ക് തരാനൊക്കെ പറ്റിയ നല്ലൊരു ഹോം മെയ്ഡ് ഫേസ് പാക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കണേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 2 ടീസ്പൂൺ കടലമാവാണ്. ഈ കടലമാവ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്കിതൊരു ക്ലെൻസറായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും സോഫ്റ്റും ഫ്രഷ്നെസ്സും ആയിട്ട് വെക്കും. പിന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടാനൊക്കെ റിമൂവായി നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഈ കടലമാവ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ കടലമാവ് നമ്മുടെ ആക്നേസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ സ്കിന്ന് എപ്പോഴും ടൈറ്റനായിട്ട് വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ ഫേസ് പാക്കിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ യോഗേർട്ടാണ്. ഈ യോഗട്ട് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമുക്കൊരു നാച്ചുറൽ ഗ്ലോയി ലുക്ക് തരും. പിന്നെ നമ്മുടെ പിമ്പിൾസൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യാൻ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഈ യോഗട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഈ ഫേസ് പാക്കിലേക്ക് വേണ്ടത് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടിയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ട് സ്കാർസൊക്കെ റെഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഒരുപാട് മഞ്ഞൾപ്പൊടി ഒന്നും എടുക്കണ്ട, ഇതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി എടുത്താൽ മതി. പിന്നെ നമ്മുടെ ഫേസിലുള്ള വ്രിങ്കിൾസ് ലൈൻസൊക്കെ റെഡ്യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ ഈ ഫേസ് പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ഹണിയാണ്. അതും കൂടി ചേർത്ത് കൊടുക്കണം. ഹണി നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊരു റേഡിയൻ ലുക്കൊക്കെ തരും. പിന്നെ നമ്മൾ എപ്പോഴും മോയ്സ്ചറായിട്ടും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ടും നമ്മുടെ സ്കിന്ന് വെക്കും. അതുപോലെ നമ്മുടെ ആക്നേസൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഡാമേജ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഹീൽ ചെയ്യാനൊക്കെ നമ്മുടെ ഈ ഹണി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഡെയിലി യൂസായിട്ട് ഹണി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ടേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും ആൽമണ്ട് ഓയിൽ പോലത്തെ ഓയിലൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഡ്രൈ സ്കിന്നിൽ നിന്ന് സ്മൂത്തായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കട്ടയില്ലാതെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് 1 മാസം ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഫേസിൽ നല്ല ഗ്ലോ വരും. അതുപോലെ തന്നെ നല്ല ബ്രൈറ്റൻ ആവാനും നമ്മുടെ സ്കിന്നൊക്കെ നല്ല ടൈറ്റായിട്ട് വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങളിത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ കയ്യിലോ മറ്റോ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കണം. ഇറിറ്റേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് ഏത് ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത് അത് വെച്ച് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് അതിന് ശേഷം വേണം നമ്മൾ ഈ ഫേസ് പാക്ക് ഒന്ന് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സൈഡിലും മുഖത്ത് അപ്ലൈ ചെയ്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 3 മിനിറ്റോളം നമ്മൾ ഈ ഫേസിലൊന്ന് ഇത് അപ്ലൈ ചെയ്തിടണം. പിന്നെ അതുപോലെ തന്നെ ഇതൊരു 70% ഡ്രൈ ആകുമ്പോൾ നമുക്കിതൊന്ന് വാം വാട്ടറിലൊന്ന് കഴുകാവുന്നതാണ്. അതിനുശേഷം നമ്മളെ കയ്യിലുള്ള മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ നമ്മൾ ദിവസം ഒരു 2 നേരമെങ്കിലും നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് കഴുകണം. പിന്നെ നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴും നിങ്ങൾ നെക്കിലും കൂടി ഇൻക്ലൂഡായിട്ട് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് കറക്റ്റ് 1 മാസം തന്നെ അപ്ലൈ ചെയ്ത് നോക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ 100% ഉള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. 1-2 ദിവസം മാത്രം അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തതിനോടൊപ്പം നന്നായിട്ട് നല്ല വൈറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ നോക്കുക. ഇലക്കറികൾ അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ നന്നായിട്ട് കഴിക്കാൻ നോക്കുക. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കണം. അപ്പോൾ നമ്മുടെ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ സഹായിക്കും. പിന്നെ നിങ്ങൾ ഏതൊരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോഴും മിനിമം 1 മാസമെങ്കിലും അതൊന്ന് ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. ഒരു 2 ദിവസം ഉപയോഗിച്ചതിന് ശേഷം അതിൽ നിന്ന് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ വേറെ ഒരു ഫേസ് പാക്കിലേക്ക് പോകരുത്. അപ്പോൾ അത് തന്നെ കറക്റ്റായിട്ട് 1 മാസം തന്നെ യൂസ് ചെയ്താലേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നിങ്ങളുടെ കമൻറ്റും ഫീഡ്ബാക്കൊക്കെ മറക്കാതെ തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.